അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് പ്രൊഫേസിൻ്റെ എഡിഷൻ്റെ ആദ്യ ദിനം അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു എൻഡിങ് സമയത്തേക്ക് എത്താൻ സാധിച്ചു. അൽഹംദുലില്ലാ, പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ നമ്മുടെ സെഷനിലൊക്കെ വന്നു പോയി. ഈ സമയത്ത് ഇന്നത്തെ ഒരു ഓവറോൾ നമ്മോടൊപ്പം ഉള്ളത് വിസ്ഡം യൂത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പി നസീഫ് ഖണ്ട്. ഇന്നത്തെ പ്രോഗ്രാമിന് എങ്ങനെ നോക്കി കാണുന്നത്? ഹാരിസ് കായക്കൊടി അവറുകൾ അധ്യക്ഷത വഹിച്ച് തുടങ്ങി. ഈ നമ്മുടെ പ്രൊഫേസ് നമ്മുടെ വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി പ്രൗഢഗംഭീരമായ നമ്മുടെ പ്രമേയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം അദ്ദേഹം നിർവഹിച്ച്, അതിനുശേഷം ബഹുമാനപ്പെട്ട സി പി സലീം അവറുകൾ വളരെ ഭംഗിയായി നമ്മുടെ സെഷൻ നിയന്ത്രിക്കുകയും അങ്ങനെ മഗ്‌രിബിൻ്റെ മുമ്പ് നല്ല 2 ക്ലാസ്സും അതോടൊപ്പം ഒരു ഉദ്ഘാടന സംസാരം ഉൾപ്പെടെ നമുക്ക് പൂർത്തിയാക്കി ഭംഗിയായി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റി. മഗ്‌രിബ് നമസ്കാരം തന്നെ ചിട്ടയായ നമ്മളത് കണ്ടതാണ്. ചിട്ടയായ സ്വഫ് ക്രമീകരണം മുതൽ ഓളെടുത്ത് സമയബന്ധിതമായി ഓളെടുത്ത് വന്ന് നമ്മൾ ഭംഗിയായി അത് പൂർത്തീകരിക്കുകയും ഇപ്പോൾ അതാ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പൺ ഡയലോഗിലേക്ക് നമ്മൾ ആരംഭിച്ചത് വളരെ കൃത്യമായ സമയം നമസ്കാരം, ഒട്ടും സമയം പാഴാക്കാതെ തന്നെ നമസ്കാരം. അതിൽ ഉദ്ഘാടന സെഷനിൽ ഇതിൽ പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ, കണ്ണൂരിലെ പത്രമാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിരുന്നു. അവരോടുള്ള നന്ദി ഈ ഒരു സമയത്ത് രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് വളരെ തിരക്ക് പിടിച്ച ഇലക്ഷൻ്റെ ഒക്കെ തിരക്കിൻ്റെ ഇടയിലും വിസ്ഡം യൂത്തിൻ്റെ ഇങ്ങനെ ഒരു സംസ്ഥാനതല സമ്മേളനത്തിന് അവർ വരികയും എന്നിട്ട് അവർ പറയുകയും ചെയ്തു. കാരണം ആ 5 മണിക്കെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരൊക്കെ ഡെയിലി 100 കണക്കിന് പ്രോഗ്രാമുകൾ ഒരു മാസത്തിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ പറഞ്ഞ സമയത്ത് തുടങ്ങുക എന്നുള്ളത് അപൂർവമാണെന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 5 മണിക്കെന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ 5 മണിയായപ്പോൾ കറക്റ്റ് തുടങ്ങി എന്നുള്ളതും അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഭംഗിയായി അത് പോകാൻ സാധിച്ചു എന്നുള്ളതും അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ്. നമ്മളെ വിസ്ഡം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഏത് ഘടകമായാലും സമയത്തിന് ആരംഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മനോരമയായിരുന്നാലും മാതൃഭൂമിയായിരുന്നാലും ഒക്കെ കേരള കൗമുദിയൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ അവർ വന്ന് കാലങ്ങൾക്ക് ശേഷം നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയതിൻ്റെ ഒക്കെ ഒരു സന്തോഷം രേഖപ്പെടുത്തുകയും അവർ പരസ്പരം പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് തുടങ്ങിയ അതിൻ്റെ ഒരു സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. മഗ്‌രിബിന് ശേഷം നമ്മൾ ഓപ്പൺ ഡയലോഗ് എന്നുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഗംഭീരമായി ഒരുപാട് ഓൺലൈനിലും ബാക്കിയൊക്കെ ശ്രമിച്ചവർക്ക് അറിയാൻ പറ്റും, ഭംഗിയായിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റി. അത് തന്നെ മോഡറേറ്ററായിട്ട് ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തങ്ങളായുള്ള പല ചോദ്യങ്ങൾക്കും ഇപ്പം എന്നോട് തന്നെ ആളുകളൊന്ന് ചോദിച്ച് ആ നമ്പർ, വാട്സപ്പ് നമ്പർ ഒന്ന് ഏതാണ് തരുമൊന്നും കൂടി തരി, അത് ചോദിച്ചാകുമ്പോൾ ഇതുള്ള സൗകര്യത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്ന് ഭക്ഷണം കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ സാധാരണ നമ്മൾ ഈ വന്ന ആളുകൾക്കൊക്കെ തിരിച്ച് പല ആളുകൾ ഹോട്ടലിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ കണ്ണൂരിൻ്റെ പരിസരത്ത് നിന്ന് ഭക്ഷണം ഈ നേരത്തെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഭക്ഷണവും ഇത്രയും വലിയ ഒരു മാസത്തിന് വേണ്ടി നമ്മൾ രാത്രി ഭക്ഷണം ഒരുക്കി എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ പ്രോഗ്രാമിൻ്റെ മൈന്യൂട്ട് ഈ ആളുകളൊക്കെ ഓൺലൈനിൽ അത് കണ്ടു കഴിഞ്ഞതാണ്. എൻ്റെ ഓരോ ചോദ്യങ്ങൾ ഡോക്ടർ ബാസിലായിരുന്നാലും അജ്മൽ ഫൗസാൻ ആയിരുന്നാലും ഓരോരുത്തരും ഭംഗിയായി, ഓരോരുത്തരും ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ പ്രൊഫൈസ്. കാരണം സമയം നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നത് 8:30 നമ്മുടെ ടൈം. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ 8:20 സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് തന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഫ്രീ ആയിട്ട് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. മറ്റേ കോഴിക്കോട് ജില്ലയിലെ ഹർത്താൽ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ പൂർണ്ണമായ വിശ്വാസം. കാരണം രാവിലെയൊക്കെ വരാനുള്ളവരൊക്കെ 6 മണിക്ക് മുമ്പ് അവിടുന്ന് പോരും ചെയ്യും. പിന്നെ അങ്ങനെ പ്രൊഫൈസിന് വരുന്നവരെ തടയുക എന്നുള്ളതൊന്നും ഹർത്താൽ അനുകൂലികൾക്ക് ആർക്കും തന്നെ ലക്ഷ്യമല്ല. ഒരു ഏകദേശം 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് ഉണ്ടെങ്കിൽ തന്നെ ചൂടായി വരിക. സൺഡേ എന്നുള്ള നിലക്ക് പൊതുവെ കോഴിക്കോട് അങ്ങാടി വളരെ ശാന്തമായിരിക്കും ഞായറാഴ്ച എന്നുള്ളത്. ഹർത്താലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഞായറാഴ്ച വെച്ചാൽ പെട്ടെന്ന് വിജയിക്കും. ഓൾറെഡി അവിടെ രാവിലെ ഒന്നും വണ്ടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ പ്രൊഫൈസിന് വരാൻ ഒരു തടസ്സം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ തന്നെ നമ്മളത് പ്രോഗ്രാം ഹർത്താലും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സ്ട്രോങ്ങിലേക്ക് പോകുക. പക്ഷേ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബിലീസ് ഇങ്ങനെ പല കാരണം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും.
പോണോ വേണ്ടേ ആ ശങ്ക. ഒരു കാരണത്തിലും ചില ആളുകൾ ഇപ്പോൾ കുടുങ്ങും, അവർക്ക് നഷ്ടപ്പെടുന്നുള്ളത്. അപ്പോൾ എനിക്കെൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും ഹർത്താലോ ബാക്കിയോ പിന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് കേട്ടിട്ട് പെട്ടെന്ന് നെഗറ്റീവ് ടോണൊക്കെ പോകേണ്ട ഒരാവശ്യമല്ല. ഇവിടെ ഒരു എല്ലാം കൊണ്ടും യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ബാക്കിയൊന്നും വരില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഭംഗിയായിട്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്നും കൂടി ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. സൈക്കിൾ എന്തെങ്കിലും കൂടുതൽ ചോദിക്കാൻ? നമ്മൾ പിന്നെ ഓൾറെഡി ഇന്നൊക്കെ ഉണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളെയും കണ്ണൂരിൽ ഭാഗത്തു നിന്നൊക്കെ വന്ന ആളുകൾ വരുമ്പോൾ, അതായത് നമ്മളതല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ 12 ആളെ നമ്മൾ രജിസ്ട്രേഷൻ കൺഫർമേഷൻ വേണ്ടി വിളിക്കുക. ആ പുള്ളി 12 ആളുകളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഈ കോള് വരില്ല എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്നിട്ട് ആ 12 ആൾക്കാരെ ഇദ്ദേഹം വിളിക്കുകയാണ്. വേറൊരു ആൾക്കാർ 45 ആളെ ലിസ്റ്റാണ് കാണിച്ചത്. 45 ആൾ ലിസ്റ്റ് ചെയ്തിട്ട് ഇത് നമ്മളോടൊന്നും അറിയാതെ ഉള്ള പിന്നെ അവരെ ലിസ്റ്റാണ്. ആ രൂപത്തിൽ തന്നെ ഭംഗിയായിട്ട് അങ്ങനെ നാളെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ പ്രോഗ്രാം തുടങ്ങിയ പോലെ തന്നെ ആ സമയത്ത് നല്ല ഒരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. ഞാനത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ശ്രദ്ധിക്കും. കാരണം ഞാൻ പുറത്ത് ആളുകളുമായി ഇടപഴകി നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എന്താ അല്ലേ, അത് ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. മാത്രമല്ല നമ്മളെ സ്ത്രീകളെ ഭാഗത്തു നിന്ന് നല്ല പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ഫോട്ടോസിലും ബാക്കിയൊന്നും പൊതുവെ വരാത്ത ഒരു ഭാഗമാണ്. പക്ഷെ അവിടെ നിന്ന് നല്ല പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. തിരക്കുണ്ട്, പ്രോഗ്രാമിന്റെ തിരക്കിനിടയിലാണ് നമ്മുടെ ഇപ്പോൾ ചേർന്നിട്ടുള്ളത്.